ധ്യാൻകുട്ടൻ മുട്ടിലഴയാൻ തുടങ്ങിയ നാൾ മുതൽ മനസ്സിൽ കരുതുന്നതാണ് ഒരു പാദസരം വാങ്ങണമെന്ന്. ധനുക്കുട്ടനും ഏതാണ്ട് ഇതേ പ്രായത്തിലാണ് ഇതുപോലൊരു പാദസരം വാങ്ങിയത്. നിറച്ചും മണികളുള്ള ഒരു വെള്ളി പാദസരം. അതുപോലെ ഒരെണ്ണം തന്നെ വാങ്ങിക്കണമെന്നാണ് ആഗ്രഹം. പൂച്ചക്കുഞ്ഞിന് മണി കിട്ടുന്നത് പോലെ എവിടെ പോയാലും എൻ്റെ ശ്രവണകേന്ദ്രം മറികടക്കാതിരിക്കാനാണിത്. പാദസരം വാങ്ങിയതിൻ്റെ ബാക്കി തുക കൊണ്ട് ധനുക്കുട്ടൻ്റെ അരഞ്ഞാണത്തിന് നീളം കൂട്ടി വാങ്ങി. അവിടെ നിന്നൊരു സമ്മാന കൂപ്പൺ കിട്ടി. അതും പൂരിപ്പിച്ചു കൊടുത്ത് ബില്ലും പേ ചെയ്തിറങ്ങിയപ്പോഴേക്കും ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര എത്തി. പിന്നെ അവിടെ മൊത്തം ബ്ലോക്കായിരുന്നത് കൊണ്ട് കുറച്ച് നേരം അവിടെ തന്നെ അതും കണ്ടു നിന്നു. അതിനിടയിൽ ഒരു കുഞ്ഞു ശ്രീകൃഷ്ണനെയും ഒരു ക്യൂട്ട് രാധക്കുട്ടിയെയും കണ്ടു കിട്ടി. വീഡിയോസൊക്കെ എടുത്തു തുടങ്ങിയപ്പോഴേക്കും എൻ്റെ മെമ്മറി കാർഡ് സ്റ്റോറേജ് ഫുള്ള് കാണിക്കാൻ തുടങ്ങി. പിന്നെ തൊട്ടടുത്ത കടയിൽ കയറി ഒരു പെൻഡ്രൈവ് വാങ്ങിച്ചു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാനിരുന്നപ്പോഴേക്കും ധനുക്കുട്ടന് പനി കൂടുതലാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കോള് വന്നു. പിന്നെ കഴിക്കാനൊന്നും തോന്നിയില്ല. എങ്ങനെയാലും കുഞ്ഞിനെ കണ്ടാൽ മതിയായിരുന്നു.